സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സംശയിക്കും, ഇതിനു മുമ്പ് കൊണ്ടുവന്നതൊക്കെ ഇതുപോലെ പ്രധാനമായിട്ടുള്ളതല്ലേ എന്ന്. അതെ, പക്ഷേ അതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രഭാഷണമായിരുന്നു. ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ സീമന്തത്തിൽ പൊട്ടു തൊടുന്നത്, അത് സ്ത്രീകൾ, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. മൂക്കൂത്തിയുടെ കാര്യം പറഞ്ഞു. മൂക്കൂത്തി എന്തിനാണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇടുന്നത്, അത് മൂക്കൂത്തി എന്ന് ആ പ്രായമുള്ള സ്ത്രീകൾക്കുള്ളത്. പാദസരം വെച്ചാൽ ആ പാദസരം ഇടുന്നില്ല, കൊലുസ് ഇടുന്ന ആൾക്കാർക്കുള്ള സ്വർണത്തിൻ്റെ കൊലുസ് കാലിനിടാൻ പാടുണ്ടോ എന്നുള്ളത്. ആർത്തവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ മരണാനന്തര കർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് ആ സമയത്തുള്ളതിനെ കുറിച്ച്. അതേപോലെ തന്നെ മരിച്ച പുല ആരൊക്കെ ആചരിക്കണം എന്നുള്ള വീഡിയോ, അത് ആ പുല ആചരിക്കുന്ന ആൾക്കാർ. ഈ മരിച്ച വീട്ടിൽ അല്ലെങ്കിൽ പുലയുള്ള വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർക്കാണ്. എന്നാൽ ഇന്നുള്ളത് വെച്ചാൽ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ വിഭാഗം ആൾക്കാർക്ക്, കുട്ടികൾക്ക്, മുതിർന്നവർക്കും, എല്ലാവർക്കും അവൻ്റെ കുടുംബം അല്ലെങ്കിൽ അവളുടെ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കുടുംബമാകാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സുന്ദരമാകാൻ, സമാധാനവും ശാന്തിയും ഒക്കെയുള്ള ഏറ്റവും സുന്ദരമായ ഒരു ജീവിതമാകുന്നതിന് വേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാകും നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാവണം, നമ്മുടെ ജീവിതം സുന്ദരമാകണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ 10 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ നടപ്പിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴുള്ള അന്തരീക്ഷം ആയിരിക്കില്ല, ഒരു പുതിയ ഒരു ജീവിതമായിരിക്കും. നിങ്ങൾ നാളെ തന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങളത് നടപ്പിലാക്കാൻ നോക്കുക. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലും വളരെയേറെ മാറ്റം വരും. നിങ്ങൾക്ക് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും എവിടെ പോയാലും ആ മനസ്സിൻ്റെ ഒരു ആനന്ദം നിങ്ങൾക്ക് അതേപടി നിലനിൽക്കും. എന്താണെന്നല്ലേ, ഒന്നാമത്തെ കാര്യം, ഇത് 10 കാര്യങ്ങളല്ല, നിരവധി കാര്യങ്ങളുണ്ട്. ഞാനൊരു 10 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുടൻ അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കണം. എവിടെ പ്രാർത്ഥിക്കണം? കിടക്കപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മുടെ പൂർവികർ നമ്മൾക്കൂടെ ഒരുപാട് സംവിധാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കൈകളിലേക്ക് നോക്കി കണി കാണുന്നതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്നും വേണ്ട, നമ്മൾ അല്പസമയം ആ കിടക്കപ്പായയിൽ ഇരുന്നിട്ട് നമ്മൾ ഭഗവാനെ ഒന്ന് സ്മരിക്കുക. ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്മരിക്കുക. ഇത് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ കിടക്കപ്പായയിൽ ഇരിക്കുന്ന അവസരത്തിൽ കിടന്ന് അത്ര വരെ നമ്മുടെ ശരീരത്തിലെ ഊർജം എന്ന് പറഞ്ഞത് സ്ഥിതികോർജമാണ്. ചലനമില്ലാതെ നമ്മൾ കിടന്ന് ഉറങ്ങുക. ആ സ്ഥിതികോർജം ഇനി നമുക്ക് യാന്ത്രികോർജമായി മാറുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാന്ത്രികോർജം ഇനി പ്രവർത്തനം വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിനെ നമ്മൾ തരംതിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കിടക്കപ്പായയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ജോലി ചെയ്യാനും മറ്റുള്ളതിന് ഓടിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ആ രക്തത്തിൻ്റെ ആ സംക്രമണം ശരിക്കും നടക്കാതാവുകയും ചിലപ്പോൾ അറ്റാക്ക് വരെ വരും. പല ആൾക്കാർക്കും കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ ആണ് കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ അത് വരുന്നതിന് പ്രധാന കാര്യം ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിതികോർജം യാന്ത്രികോർജ്ജമാകുന്നു, യാന്ത്രികോർജ്ജം സ്ഥിതികോർജ്ജമാകുന്നു. ഈ 2 മാറ്റം നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആ കിടക്കപ്പായിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ തയ്യാറാവുക. എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്കുന്നു. എന്നിട്ടോ അന്നതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് ഭഗവാനെ ഒന്ന് സ്മരിക്കുക. ഈ ഭഗവാനെ സ്മരിക്കുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഭഗവാനെ, ഇന്നലെ വരെ എങ്ങനെയൊക്കെയോ ആയിപ്പോയി, ഇന്ന് എൻ്റെ നാവ് കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകല്ലേ. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ എനിക്ക് സാധിക്കണേ. എല്ലാവരെയും ബഹുമാനിക്കാൻ എനിക്ക് തോന്നിപ്പിക്കണേ. ഒരു കാരണവശാലും എനിക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ തോന്നല്ലേ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പൊട്ടിത്തെറിച്ചു ദേഷ്യം വരും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ ഭഗവാനെ. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം നമ്മുടെ ഇത് തകരാറായി. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ ഭഗവാനെ. ഞാൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒരു തടസ്സവുമില്ലാതെ നടത്തി തരണേ ഭഗവാനെ. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് സ്ഥാനം പിടിക്കാൻ എനിക്ക് കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വേണം
അത് ഞാനിന്ന് നടപ്പിലാക്കും എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് ഇവിടെ ഇത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഇന്നെൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടായാലും ശരി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇതെല്ലാം ഞാൻ നടപ്പിലാക്കും എന്നുള്ള ചിന്തയോടുകൂടി വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് വേണം, അങ്ങനെ നേരെ അവർ കർമ്മമണ്ഡലത്തിലേക്ക് അന്നത്തെ ദിവസത്തിലേക്ക് പോകുന്നു. ഈ അവസരത്തിൽ പറ്റുമെങ്കിൽ നമ്മുടെ കുടുംബത്തെ കൂടുതൽ സന്തോഷകരമാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ. ഇതേ പ്രാർത്ഥന തന്നെ നമ്മൾ സന്ധ്യാസമയത്ത് കുടുംബസമേതം പ്രാർത്ഥിക്കുക. കുടുംബസമേതം നമ്മൾ ഇനി അച്ഛനില്ലെങ്കിൽ ആ അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുക. പരമാവധി അച്ഛൻ ആ സന്ധ്യാസമയത്തിന് മുമ്പായിട്ട് വീട്ടിലെത്തിച്ചേർന്നിട്ട് നിങ്ങൾ ആ നാമജപത്തിൽ പങ്കാളിയാകുക. ഇതിൽ വേറെ വലിയൊരു തത്വം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നത് ഞാൻ എന്തായാലും അത് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു ശീലം അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ, സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബാംഗം വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവർ സന്ധ്യയ്ക്ക് ശേഷമാണ് മദ്യപാനായാലും മറ്റു ലഹരിയൊക്കെ ഉപയോഗിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഈ ഒരു കാര്യം നന്നായിരിക്കും. കുടുംബസമേതം നമുക്ക് പ്രാർത്ഥന തുടങ്ങണം ഇനി മുതൽ. അതുകൊണ്ട് നിങ്ങൾ ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ വരണം, ഞങ്ങളൊക്കെ കുളിച്ച് തയ്യാറായി നിൽക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹത്തോടു കൂടി അവരെ പ്രേരിപ്പിക്കണം ഇതിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവരും കൂടി ഇരുത്തിയിട്ട് ഒന്നിച്ച് സന്ധ്യാസമയത്ത് ഒരു കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു ശീലം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കണം. ഒരു 10 മിനിറ്റ് ആയാലും വേണ്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, നല്ല കാഴ്ച കാണാൻ ശ്രദ്ധിക്കണം. നല്ല കാഴ്ച കാണാൻ. അതെങ്ങനെ ഇപ്പം നല്ല കാഴ്ച കാണാം? നമ്മൾ പോകുന്ന വഴിയിൽ എന്തെല്ലോ ദുരിതങ്ങൾ നമ്മൾ കാണില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലല്ലോ. പോകുന്ന പോക്കിലായിരിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവുക, പോകുന്ന പോക്കിലായിരിക്കും തമ്മിൽ കലഹം ഉണ്ടാവുക, അല്ലെങ്കിൽ പോകുന്ന പോക്കിലായിരിക്കും വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ഭയാനകമായിട്ടോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ ഒരു സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാം നല്ല കാഴ്ച കാണാൻ നമുക്ക് കഴിയും. ഏത് കാര്യങ്ങളിലും അത് നല്ലതാക്കാൻ നമുക്ക് കഴിയണം. ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആക്സിഡൻ്റാണ് നമ്മൾ കണ്ടുവന്നിരിക്കട്ടെ. ഈ ആക്സിഡൻറ്റ് കാണുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഏറ്റവും വലിയ നമ്മുടെ 4 വേദങ്ങളിലും പറയുന്നു, എല്ലാ ഉപനിഷത്തിലും പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നു, രാമായണത്തിലും മഹാഭാരതത്തിലായാലും എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരീയ ചൈതന്യമാണ്. അതേപോലെ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരുടെ ഏത് ജീവിയായാലും അവരുടെ എല്ലാത്തിലും ഉള്ളത് ഈശ്വര ചൈതന്യമാണ്. അപ്പോൾ ആ ഈശ്വര ചൈതന്യം എൻ്റെ ഉള്ളിലുള്ളതും അതാണ് രണ്ടും ഈശ്വര ചൈതന്യമാണല്ലോ. അപ്പോൾ ആ ഈശ്വരനെ സേവിക്കുവാനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കരുത്. അപ്പോൾ നമ്മൾ പോകുന്ന അവസരത്തിൽ നമ്മൾ അവരെ സഹായിക്കുകയല്ല, അവരുടെ സേവകനാവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കാണുകയാണെങ്കിൽ ഇത് സാക്ഷാൽ ഭഗവാൻ എന്നെ പരീക്ഷിക്കാനാണ് എൻ്റെ മുന്നിൽ തന്നെ ഇത് വന്ന് പെട്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ കാണാൻ ഒരു ഇതില്ലല്ലോ. നമ്മൾ അവിടുന്ന് വഴി മാറിയിട്ട് വേറെ വഴിക്ക് കൂടെ പോയിട്ട് അത് കാണാനിടയില്ല. അപ്പോൾ ഭഗവാൻ 100% അറിയാം എന്നെ പരീക്ഷിക്കണം. ഞാൻ ഈ മുന്നിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈശ്വരാംശമുള്ള ആ വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ സഹായിക്കുമോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ പരീക്ഷിക്കുന്നതായിരിക്കും. ഏതായാലും ഇത് ഈ ശരീരത്തിനുള്ളിൽ ഒരു ചൈതന്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ചൈതന്യത്തിനെ സേവിക്കുവാനുള്ള ഒരു അവസരം ഭഗവാനായിട്ട് ഉണ്ടാക്കിയതാണ്. അതെൻ്റെ ഭാഗ്യമാണ്. എൻ്റെ ഭാഗ്യമായതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ കണ്ടുപെട്ടത്. അതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും അവരെ സേവിക്കുവാനും കിട്ടിയ ഈ അവസരം ഞാൻ മുതലാക്കുന്നു, അല്ലെങ്കിൽ ഞാനത് കണ്ടെത്തുന്നു. കാണിച്ച് ആ വ്യക്തിയെ ശുശ്രൂഷിക്കാനും പ്രാഥമിക ശുശ്രൂഷ നൽകാനും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ചെയ്യാൻ ശ്രമിച്ചാൽ അത് നല്ല കാഴ്ചയായി. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ നമുക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന ഏതിനെയും നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയണം. എങ്ങനെ? അതിലെല്ലാം ഈശ്വരാംശമാണുള്ളത്. ആ അംശമുള്ള എല്ലാത്തിനെയും, പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ ഏത് ജീവിയാവട്ടെ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിൽ അവരൊക്കെ സേവിക്കാൻ ഒരു പ്രശ്നമാണുള്ളത്. ആ പ്രശ്നം പരിഹരിക്കാനായിരിക്കും ദൈവം എന്നെ ഇവരുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ പോകുമ്പോൾ ഒരു വഴക്കാണ് രണ്ടാൾക്ക് തമ്മിൽ. അപ്പോൾ ഇവരുടെ പ്രശ്നം പരിഹരിക്കാനായിരിക്കും ദൈവം എന്നെ ഇവരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ, രണ്ടാൾക്കും ദോഷമില്ലാത്ത വിധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് പരിഹാരമാവും. അത് ഭഗവാൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അത് നമ്മളവിടെ നയപരമായി കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ കുഞ്ഞു നാളിലേ പഠിക്കണ്ടേ, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇങ്ങനെ മാത്രമല്ല, ഏത് കാര്യം ഏത് കാഴ്ച കണ്ടാലും അതിൽ പോസിറ്റീവ് മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. അങ്ങനെ പോസിറ്റീവായിട്ട് നല്ല കാഴ്ചകൾ നമ്മൾ കാണുക. അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരെ സ്മരിക്കുക. ആത്മീയ ഗുരുക്കന്മാരായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരാണോ ഉള്ളത് അവരെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സ്മരിക്കുകയല്ല, അവർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓരോ ഗുരുക്കന്മാരും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്.
അപ്പോൾ ആ വാക്കുകളാണ് നമ്മൾ സ്മരിക്കേണ്ടത്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പം വാൽമീകി ഗുരുക്കന്മാർ, ഇപ്പം വാൽമീകിയെ സ്മരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ വാൽമീകി പുറ്റിൽ കിടന്ന് ഇങ്ങനെ തപസ് ചെയ്യുന്നതല്ല ഓർക്കേണ്ടത്. അതിൽ ചെറിയൊരു വാക്കുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചിടുകെന്നേ വരും. വാൽമീകി എഴുതിയ രാമായണത്തിലുള്ള ഒരു ഭാഗമാണല്ലോ ഇത്. അപ്പോൾ ആ ഒരു കാര്യം അത് ഓർക്കുമ്പോൾ നമ്മൾ ആരെ ആദ്യം ഓർക്കുക? വാൽമീകിയെ ഓർക്കുക, ആ ഗുരുവിനെ ഓർക്കുക. കാരണം ഞാൻ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നാളെ ഞാൻ അനുഭവിക്കേണ്ടതേ വരും. ആ ഗുരു ഇതൊക്കെ നേരത്തെ എഴുതി വെച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റി. ആ ഗുരുവിന് പ്രത്യേകിച്ചൊരു നന്ദി. അതാണ് ഗുരുക്കന്മാരെ സ്മരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഭഗവത്ഗീതയിലെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ആ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടുള്ള ഗുരുവിനെയാണ് സ്മരിക്കുന്നത്. അങ്ങനെ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർ, ഇത് ലോകത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും നമ്മളെ അമ്മ ഒരു തരത്തിൽ ഗുരുവാണ്. എന്തുകൊണ്ടാണ്? അമ്മ പറയുന്ന ശ്രേഷ്ഠമായ വാക്കുകൾ അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്യാനുള്ളതാണെങ്കിൽ ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ അമൃതമൊഴികൾ പോലെ നമ്മൾ മനസ്സിലോർക്കണം എല്ലാ ദിവസവും. അതുതന്നെയാണ് ഈ ഗുരുക്കന്മാരെ സ്മരിക്കുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, വീടിന് വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷം ശുദ്ധമാക്കാനും സന്തോഷകരമാക്കാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വീടിന് വെളിയിലേക്ക് പോകുന്ന അവസരത്തിൽ നിർബന്ധമായിട്ട് നമ്മളെന്ത് വേണം? തിലകം ചാർത്തണം. ആ ഭഗവാന്റെ പ്രസാദം എനിക്ക് ശക്തിയായിട്ടുണ്ട്, അതാണ് എനിക്ക് ശക്തി. ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഉണ്ടോ? നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കൊണ്ടുവരുന്നത് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ചന്ദനമാവട്ടെ, ഭസ്മമാവട്ടെ, കളഭമാവട്ടെ, കുങ്കുമമാവട്ടെ, സിന്ദൂരമാവട്ടെ, എന്താവട്ടെ, അത് നിത്യേന ഒരു തൊടുന്ന ശീലം നമുക്കുണ്ടാവണം. എന്താണ്? ഇത് എനിക്ക് ശക്തിയാണ്, ഇതെനിക്ക് ഫലമാണ്, ഏതൊരവസരത്തിലും എനിക്ക് പൂർണ്ണമായിട്ട് ശക്തി തരുന്നതാണ്, ധൈര്യം തരുന്നതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടാവണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അഞ്ചാമത്തെ കാര്യമാണ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണം. ഒരു ദിവസമെങ്കിലും എന്നാണ് പറഞ്ഞത്, എല്ലാ ദിവസവും നടത്തണമെന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷേ ചില ആൾക്കാർ, ഇപ്പം വിദേശത്തിലുള്ള ആൾക്കാരുണ്ടാവും, ഈ നമ്മുടെ ശ്രോതാക്കളായ ആൾക്കാർ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടാവും, അവർക്ക് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവരുടെ ലീവുള്ള ദിവസം, അല്ലാത്ത ആൾക്കാർ നിത്യേന പോകാൻ പറ്റുന്ന ആൾക്കാർ നിത്യേന ക്ഷേത്ര ദർശനത്തിലേക്ക് പോകുമ്പോൾ പരമാവധി കുടുംബസമേതം പോകുന്നത് ഉചിതമായിരിക്കും. കുടുംബസമേതം പോകണമെങ്കിൽ എന്ത് വേണം? എല്ലാവർക്കും സമയമായിരിക്കണം. അപ്പോൾ പുലർച്ചെ പോകണമെന്നിരിക്കട്ടെ, പുലർച്ചെ പോയാലും വിഷമമില്ല, ആഴ്ചയിൽ ഒന്നായാലും വേണ്ടില്ല, എപ്പോഴായാലും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു സമ്പ്രദായം നമ്മൾ കൊണ്ടുവരണം. അല്ലാണ്ട് ഒറ്റക്കൊറ്റയ്ക്ക് പോവുക അത് സാധ്യമാകും. എന്നാലും കുടുംബസമേതം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഐക്യമാണ് രൂപപ്പെടുന്നത്. ആ ഭഗവാന്റെ മുന്നിൽ നമുക്ക് ഒന്നിച്ച് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഐക്യം അവിടെ ഉണ്ടാകും പ്രധാനമായിട്ടും. മാത്രമല്ല ആ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളും പുണ്യങ്ങളും നമുക്ക് കിട്ടുന്നു എന്നർത്ഥം. നമ്മുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി ശ്രമിക്കുക. നിത്യേന പോകാൻ പറ്റുന്നത് ഉത്തമം. അങ്ങനെ ആൾക്കാർ നിത്യേന തന്നെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചിലപ്പം പുരുഷന്മാർക്ക് പോകാൻ പറ്റും, സ്ത്രീകൾക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ടാണ്? വീട്ടിലുള്ള ഭാര്യ ജോലികൾ. അപ്പോഴെന്ത് വേണം? ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ ഭാര്യയുടെ ജോലികൾ പുരുഷന്മാരും കൂടി സഹായിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അവർക്ക് നമ്മളോട് ബന്ധമില്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനത്തിൽ പോകാൻ വേണ്ടി പറയുന്നത്. അത് പിന്നെ മറ്റൊരു കാര്യം എന്താണ്? ആറാമത്തത്, അയൽവാസികളോട് സ്നേഹമായിട്ട് പെരുമാറുക. ആരോടായാലും അവർ നമ്മളോട് ആയിക്കോട്ടെ, എന്നാലും നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കുക. അങ്ങനെ അയൽവാസികളെ ബന്ധുക്കളാക്കി മാറ്റണം. കാരണം നാളെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തേണ്ടത് ഈ അയൽവാസിയായിട്ടുള്ള ബന്ധുവാണ്. അതിനുശേഷം നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഓടിയെത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും സഹായത്തിന് വേണ്ട ആ അയൽവാസികളെ എപ്പോഴും നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. തീർന്നില്ല, ഇനിയുണ്ട്. ഏഴാമത്തത്, ആഹാരത്തിന് മുമ്പ് വളർത്തു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ആഹാരം നൽകണമെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. കാരണം എന്നറിയാം, ഈ പക്ഷി മൃഗാദികളും ഈ ഭൂമിയിലുള്ള സകലത്തിനും അവകാശിയാണ്. നമ്മൾ മാത്രമല്ല അവകാശികൾ. പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതായി ഭൂമി. പക്ഷേ നിർഭാഗ്യമെന്ന് വരട്ടെ, മനുഷ്യൻ അതെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ്. വനങ്ങളെല്ലാം തന്നെ നമ്മൾ അങ്ങോട്ട് കയറി വെട്ടിത്തെളിച്ച് അവിടെ വീട് വെച്ചു. ആ വനത്തിൽ താമസിക്കുന്ന പക്ഷി മൃഗാദികൾ എവിടെയാണ് പോവുക?
ആ അവസരത്തിൽ അവസാനം ഇവർ കൃഷിയൊക്കെ നട്ട് ഗംഭീരമായിട്ട് വരുമ്പോഴായിരിക്കും ഈ ആനക്കും ഇതിലൊക്കെ പോകാൻ സ്ഥലം വേണ്ടേ. അവർ ഭക്ഷണം കിട്ടുന്നില്ല, അവരുടെ ആവാസ കേന്ദ്രമാണ് ഇവർ തകർത്തത്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിങ്ങോട്ട് വരും. അപ്പോഴാണ് പറയുന്നത് ആന ഇറങ്ങിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മളാണ് ആനയുടെ താമസ സ്ഥലത്തേക്ക് പോയിട്ട് വീട് വെച്ചത്, അവരുടെ ആവാസ കേന്ദ്രം തകർത്തത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. നമ്മുടെ വീട്ടിലൊരു മരമുണ്ട്, ആ മരത്തിൻ്റെ അകത്ത് മാങ്ങയുണ്ട്, ആ മാങ്ങ ഞാൻ മാത്രം തിന്നാൻ പാടില്ലെന്നല്ല, അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി നമ്മൾ അല്പം അവിടെ വെക്കണം. ഒരു കപ്പളങ്ങ, ഒരു പപ്പായ ഒരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു ഇത് പക്ഷിമൃഗാദികൾക്ക് നമ്മൾ അത് മാറ്റി വെക്കണം, നമ്മൾ മാത്രമല്ല. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിന്നും ഓരോ ഓഹരി നമ്മൾ ആ പക്ഷിമൃഗാദികൾക്ക് മാറ്റി വെക്കണം. പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എന്നറിയോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഇലയുടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഉരുള എടുത്ത് ഉരുട്ടിയിട്ട് മാറ്റി വെക്കും. ഒരു ഭക്ഷണം കഴിച്ച ശേഷം ഇത് അവർക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, പക്ഷിമൃഗാദികൾക്ക്. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഇതെടുത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കും. അത് പക്ഷികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉറുമ്പുകൾക്കും പുഴുകൾക്കും കൃമികൾക്കും അടക്കം അത് ഉപയോഗിക്കട്ടെ, അവരും കൂടി പോഷിക്കട്ടെ. എനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടി ഉള്ളതാണ്, അവരുടെയും കൂടി പ്രയത്നമാണ് ഈ ഭക്ഷണം എനിക്ക് കിട്ടുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മളത് ചെയ്യേണ്ടതാണ് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ളത് 8ാമത്തത് എന്താണെന്നറിയോ, എല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും ധർമ്മം കൊടുക്കുക, ദാനം കൊടുക്കുക. ദാനം നൽകണം. എന്തൊക്കെ ആയിട്ട് ആർക്ക് കൊടുക്കണം? അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കണം. വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഉറുപ്പ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവരാ പൈസ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ സിഗരറ്റോ വീഡിയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പം വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഏറ്റവും വലിയ ദാനം. അത് ആരും ആവട്ടെ, നമ്മുടെ നേർക്ക് വന്നിട്ട് നോക്കുമ്പോൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ്? ഭക്ഷണത്തിനാണ്. ശരി, ഞാൻ വാങ്ങിച്ചു തരാം, വരൂ എന്നിട്ട് കൂട്ടി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, കൂട്ടിക്കൊണ്ട് പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒരാൾക്കെങ്കിലും, നമ്മൾക്ക് ഈശ്വരൻ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് അംഗവൈകല്യമില്ലാത്ത ശരീരം തന്നിട്ടുണ്ട്, അതുപോലെ നല്ല കുടുംബം തന്നിട്ടുണ്ട്, താമസിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള വക തന്നിട്ടുണ്ട്, നല്ല മക്കളെ തന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവർക്ക് നമ്മൾക്ക് കിട്ടിയതിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കുമ്പോൾ അത് ഈശ്വരനെ സേവിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസരമായി കണ്ടുകൊണ്ട് ഈ വ്യക്തി എന്ന് വെച്ചാൽ ഈ മാനവനായ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മാധവന് കൊടുക്കുന്നത് വെച്ചാൽ സാക്ഷാത് ശ്രീകൃഷ്ണന് കൊടുക്കുന്നതാണ് എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ ചെയ്യണം എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. ഒറ്റക്കൊറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എല്ലാവരും, അച്ഛനും വരട്ടെ, അമ്മയും വരട്ടെ, കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നിട്ട് ഒരു ചുറ്റോട് ചുറ്റും ഇരുന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. ഈ അവസരത്തിൽ നമ്മൾ അന്നന്ന് നടന്ന സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചും കൊണ്ട് നല്ലൊരു കുടുംബത്തിലൊരു ചർച്ചയെ പോലെ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ ഓരോ ആൾക്കാർ ഭക്ഷണം എടുത്ത് ഓരോ ഭാഗത്ത് പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം നമ്മളെ കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കാനേ ഉപകരിക്കും. നമ്മുടെ കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ അവസരത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് എന്നർത്ഥം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും ഒന്ന് തുലനം ചെയ്യണം. ഒന്ന് നമ്മൾ ഓർക്കുക എന്നർത്ഥം. എങ്ങനെ? ഇന്ന് ഞാൻ ചെയ്ത ഇത് നല്ല കാര്യമായിരുന്നു, മറ്റേത് മോശം കാര്യമായിരുന്നു, അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാനെ ഞാൻ ഇന്ന് പാപകർമ്മങ്ങളാണല്ലോ കൂടുതൽ ചെയ്തത് എന്നൊരു ചിന്ത നമുക്ക് വരും. നാളെയെങ്കിലും ഞാൻ ഈ പാപകർമ്മങ്ങൾ കുറക്കണം, അല്ലെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരെണ്ണം കൂടുതൽ പാപകർമ്മം ചെയ്തു, നാളെ ഞാൻ എന്തായാലും ഒരു പാപവും ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് ഭഗവാന്റെ നാമം സ്മരിച്ചും കൊണ്ട് കിടന്നുറങ്ങുക. ഈ കാര്യം ഓർത്തിട്ട് ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമോ, ഇനി അതല്ലെങ്കിൽ ഗായത്രി കിടക്കുമ്പോൾ ചൊല്ലരുത്, അത് വേറെ കാര്യം. അപ്പോൾ ഈ 2 മന്ത്രം നമുക്ക് ചൊല്ലാം, അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണെന്നോ അങ്ങനെ എന്തെങ്കിലും മന്ത്രം ജപിച്ചിട്ട് നമ്മൾ കിടക്കുക. പക്ഷേ വളരെ പ്രധാനമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഇനി ലാസ്റ്റ് ഏറ്റവും അവസാനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളോടും, മക്കൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയം വിട്ട് വരുമ്പോൾ മക്കളോടും, ഭർത്താവ് ജോലി വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിനോടും, ഇനി ഭാര്യയാണ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ആര് വരുമ്പോഴും അവരോട് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അതുവരെ എന്തെങ്കിലും കലഹോ എന്തെങ്കിലും ദേഷ്യം പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഭർത്താവിനോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു തരാൻ എൻ്റെ ഭർത്താവ് ഒരുപാട് വൃത്തിയോട് കാണിച്ചിട്ടുണ്ടാവും, വരട്ടിക്കെട്ട് കാത്തിരിക്കുക എന്ന് പറയുന്ന സമയത്ത് അവളത് പറയരുത്. മക്കളെ പറ്റി കുറച്ച് മോശമായ വിവരം കിട്ടിയിട്ടുണ്ട്, വരട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ചോദിക്കാൻ, നമ്മളത് ചോദിക്കരുത്.
വരുമ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിച്ചു. അവർ ഭയത്തോടു കൂടി ഒരു വീട്ടിലേക്ക് കയറി വരാൻ ഇടവരരുത്, അല്ലെങ്കിൽ അവർ ദേഷ്യത്തോടു കൂടി വീട്ടിലേക്ക് കയറി വരാൻ ഇടവരരുത്. അപ്പോൾ അവർ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് കടന്നു വന്ന് അവരുടെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഭക്ഷണം കൊടുത്ത് സ്നേഹസല്ലാപനം കഴിഞ്ഞ് അവർ മാത്രമുണ്ടാകുമ്പോൾ വേണം അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കാരണവശാലും അവരെ താഴ്ത്തിക്കെട്ടരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 10 കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ശുഭമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. നല്ല രീതിയിൽ ഒരു കലഹമോ പ്രശ്നങ്ങളോ ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇതിപ്പോൾ ഒരു 10 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 10 ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ 50ഓളം കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബം സുന്ദരമാക്കാൻ. പക്ഷേ എല്ലാവർക്കും ഒരു മടുപ്പ് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് കൂടുതൽ വിവരിക്കാത്തത്. നിങ്ങളുടെ എല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അടുത്ത ഭാഗം കൂടി പറയാം. ഏതായാലും അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലെ നമുക്ക് നിരവധി വീഡിയോകൾ ഇനിയും വരാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.